ഇത് നീലംപേരൂരിലെ നെൽപ്പുര പുറത്തേരി പാടശേഖരം. ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള മാർഗ്ഗമധ്യേ കുറിച്ചി എന്ന പ്രദേശത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോയാൽ ഈ നെൽവയലിലേക്ക് എത്താം. ഇവിടുത്തുകാരുടെ കൃഷിരീതിക്കുമുണ്ട് പ്രത്യേകത. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞ ശേഷമാണ് അവർ നെൽകൃഷിക്കായി നിലമൊരുക്കുന്നത്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ മത്സ്യകൃഷി നടത്തും. വെള്ളം പുറത്തേക്ക് തള്ളിക്കളയുന്നത് വലിയ ശേഷിയുള്ള, അതായത് 15 ഹോഴ്സ് പവർ മുതൽ 75 ഹോഴ്സ് പവർ വരെ ശക്തിയുള്ള മോട്ടോറുകൾ ഉപയോഗിച്ചാണ്. ഇത്തരം സംവിധാനം പെട്ടിയും പറയും എന്നാണ് അറിയപ്പെടുന്നത്. പെട്ടിയും പറയും സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിന് വൻതോതിൽ വൈദ്യുതി വേണ്ടിവരും. ഈ ബെൽറ്റ് പെട്ടിയും പറയും സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇവിടെ വൈദ്യുതി പാഴാകുന്നത് വലിയ തോതിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലുള്ള എസ്കോർട്ട് ടീം കാർഷിക മേഖലയിൽ നടത്തിയ പരിശോധനകളിൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന പെട്ടിപ്പറ സംവിധാനം നവീകരിച്ച് എനർജി കാര്യമായി സേവ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടിയും പറയുമെന്ന രീതി പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ കാര്യക്ഷമത വളരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെയാണ് പമ്പിങ്ങിനായി അധിക വൈദ്യുതി വേണ്ടിവരുന്നത്. പെട്ടിയും പറയുമെന്ന പമ്പിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി KSEBയിലെ എനർജി സേവിങ്സ് കോർഡിനേഷൻ ടീം നടത്തിയ പഠനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നവീന ഡിസൈനിലുള്ള സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ചത്. വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ പണ്ടുതൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടിയും പറയും എന്ന വ്യവസ്ഥയിൽ നിന്ന് മാറാൻ ഈ പാടശേഖര സമിതി തയ്യാറായതാണ് ടേണിംഗ് പോയിന്റായിട്ട് വന്നത്. 15 ഹോഴ്സ് പവർ പെട്ടിയും പറയും സംവിധാനത്തിലെ പമ്പിങ് 7.5 ഹോഴ്സ് പവർ ഉള്ള പമ്പായിട്ടാണ് മാറ്റി സ്ഥാപിച്ചത്. ഇതിൻ്റെ ഫലമായി 10% കാര്യക്ഷമതയുണ്ടായിരുന്ന പമ്പിങ്ങിൻ്റെ പ്രവർത്തനക്ഷമത 50%-ലധികമായി എന്ന് കണ്ടെത്തി. മാത്രമല്ല, മുൻപത്തേക്കാൾ ഏതാണ്ട് 6 ഇരട്ടി വെള്ളം കൂടുതലായി ഇപ്പോൾ പുറന്തള്ളുന്നുമുണ്ട്. വൈദ്യുതി വലിയ തോതിൽ പാഴാകുന്നത് കണ്ടാണ് വൈദ്യുതി ബോർഡ് ഇവിടെ നേരിട്ട് ഇടപെട്ടത്. ഈ പുതിയ സംവിധാനത്തിൻ്റെ പരിപാലന രീതിയും പരിപാലന ചെലവും നന്നേ കുറവാണ്. പെട്ടിപ്പറ സംവിധാനത്തിലെ പമ്പിങ്ങിലൂടെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പിനെ ബാധിക്കുന്ന അവസ്ഥ ഒഴിവാക്കാനും ശബ്ദ മലിനീകരണം പൂർണ്ണമായി തടയുന്നതിനും പുതിയ പമ്പിംഗ് രീതി സഹായിക്കും. വൈദ്യുതി ലാഭം തരുന്ന ഈ പദ്ധതിയെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പാടശേഖര സമിതിക്കാരും നാട്ടുകാരും പറയുന്നു. പെട്ടിയും പറയും വെക്കുന്നതിനേക്കാൾ ഏറ്റവും ലാഭകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുഞ്ച കോൾ നിലങ്ങളിലാകെ കാർഷിക വൃത്തിയിൽ സമൂല പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ഈ പദ്ധതി ഈ മേഖലയിലെ കർഷകർ ആവേശത്തോടെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. ഞങ്ങൾക്ക് ഇത് നല്ല ഇതാണെന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് നേരത്തെ ഇരുന്നതിലും ഇഷ്ടം. ഇപ്പോൾ ഈ മോട്ടർ വന്നതാണ്. സ്വിച്ച് ഇട്ടിട്ട് അതിൻ്റെ ബട്ടൺ നമുക്ക് ഇട്ട് എവിടെയെങ്കിലും 10 മിനിറ്റ് ഇരിക്കാം. കറണ്ട് പോകുമ്പോഴത്തേക്കിന് അത് തന്നെ ഓഫ് ആയിക്കോളും. ആവശ്യം കണ്ടറിഞ്ഞ് വേണം വൈദ്യുതി ഉപയോഗിക്കാൻ. ഏറെ ബുദ്ധിമുട്ടി ഉൽപ്പാദിപ്പിച്ച് നിരവധി മാർഗങ്ങൾ താണ്ടി നമുക്കെത്തിക്കുന്ന വൈദ്യുതി അല്പം പോലും പാഴാക്കരുത്. കാരണം അത് നമ്മോട് മാത്രമല്ല, ഭാവി തലമുറയോടും കൂടി ചെയ്യുന്ന അനീതിയാണ്. ഊർജ്ജ സംരക്ഷണത്തിനായി എസ്കോയുടെ സേവനം പ്രയോജനപ്പെടുത്തി വൈദ്യുതി ചെലവ് കുറയ്ക്കാം, ലാഭം നേടുകയും ചെയ്യാം.